بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانا. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه يقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه ويقول ربي أهانن. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه ويقول ربي أكرمن وأما إذا ما ابتلاه وقدر عليه رزقه ويقول ربي أهانن. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه ويقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ശ്രദ്ധിക്കാനുള്ളത് അമ്മ എങ്ങനെ ഉച്ചരിക്കണം. അമ്മ ഉച്ചരിക്കണ്ട് മീമ് ഷദ്ദുള്ള മീമാണ് അല്ലേ. ഷദ്ദുള്ള മീമ് പറഞ്ഞാൽ മ പ്ലസ് മ ആണ് ഇത് മ ആയത് അല്ലേ. അതാണ് മ ആയത്. അപ്പം എന്ത് ചെയ്യണം, തരിമൂക്ക് 2 പ്രാവശ്യം മിനിമം തരിപ്പിക്കണം. അപ്പോൾ ഫഅമ്മ പിന്നെ അൽ ഇൻസാനു എന്നുള്ളിടത്ത് നൂൻ എന്ത് ചെയ്യണം, അവിടെയും പിന്നെ ചെറിയൊരു കുന്നത്തുണ്ടാവും. ഇഖ്ഫ ആണ് അതിൻ്റെ പേര്. ആദ്യത്തിൻ്റെ പേര് ഇദ്ഗാമാണ്. അപ്പോൾ എങ്ങനെ ഓതണം, ഫഅമ്മൽ ഇൻസാനു. പിന്നെ ഇദ
അവിടെ ഒരു അലിഫ് കാണാൻ നിങ്ങൾക്ക് ഇതാ കഴിഞ്ഞിട്ട് ദാ കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്. പിന്നെ മ അത് കഴിഞ്ഞിട്ട് മാ നീട്ടാനൊരു അലിഫുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു അലിഫുണ്ട്. എന്നിട്ട് ഈ ബ് ത ലാ ഹു ഇതെങ്ങനെ എഴുതണ്ടേ? എങ്ങനെ? അവിടെ എന്തൊക്കെ പോകുന്നുണ്ട്? ഇതാ എന്നുള്ളിടത്ത് ഈ ഉച്ചരിക്കണം. പിന്നെ ഇതാ നീട്ടണ്ട, ഇത് പോവും. പിന്നെ ഇതും പോവും, ഇതും പോവും. അപ്പം എത്ര എണ്ണം പോയി? 3 അലിഫ് പോയി. ഇത മ ബ് ഇത മബ്തലാഹു. ഇവിടെ ചെറിയൊരു ഇത് വരും, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല എന്നതാണ്. പൂർണ്ണമായിട്ടുണ്ടാവില്ല. അത് പിന്നെ എന്താ പറയുക, തലഫുലിനും വേണ്ടിയിട്ട് പറയാണ്. തലഫുലിനും വേണ്ടിയിട്ട്. അപ്പം ഇതാ മബ്തലാഹു ഈ ഇതുണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. മാ കഴിഞ്ഞിട്ട് ഒറ്റ ചാട്ടം മബ് അല്ലേ? അപ്പം എങ്ങനെ ഓതണം? ഇതാ മബ്തലാഹു ഇതാ മബ്തലാഹു. 2 അക്ഷരത്തിന് ഉച്ചാരണം. പിന്നെ അടുത്ത് റബ്ബുഹു, റബ്ബല്ല റബ്ബുഹു. പിന്നെ ഫ അക്റമഹു നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. കാരണം ഖത്തന്റെ അംശം എന്താണ്? ഹു എന്ന് ചെറിയൊരു വാവ് കാണാം അല്ലേ? ഹു കഴിഞ്ഞിട്ട് ചെറിയൊരു വാവുണ്ട്. അതിൻ്റെ പേരാണ് മദ്ദുസിലത്തി സൂറ. 2 കതിറാണ് നീട്ടേണ്ടത്. മദ്ദുസിലത്തി സൂറ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഫ അക്റമഹു വനഅമഹു. പിന്നെ അതിനെന്തുണ്ട്? ഷദ്ദുണ്ട്. നഅമ. ഹും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കതിർ നീട്ടണം. അതിൻ്റെ പേരാണ് മദ്ദുസിലത്തി സൂറ. എന്നിട്ട് ഫയഖൂലു അവിടെയൊക്കെ 2 കൂ 2. ഇനി റബ്ബി അക്റമൻ. റബ്ബി നീട്ടണം. എന്തുകൊണ്ടാ? റബ്ബി നീട്ടണം. പിന്നെ ആ യാഇൻ്റെ ശേഷം എന്ത് വരുന്നുണ്ട്? ഹംസ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടിക്കോളാം. അതിൻ്റെ പേരാണിത് മദ് മുംഫസിൽ. മദ് മുംഫസിൽ. അപ്പം എങ്ങനെ ഓതണം? ഫയഖൂലു റബ്ബി അക്റമൻ. അവിടെ അക്റമനി എന്നാണ് ഉള്ളത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അക്റമൻ. ആയത്തൊന്നുകൂടി ഓതിയൊക്കെയാണ്. ഫഅമ്മൽ ഇൻസാനു അടുത്ത് അവിടെയും അതേപോലെ തന്നെ വ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വലൈക്കും സലാം. വ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. ഖത്തിൻ്റെ അന്തിയാണ്. അപ്പം വ അമ്മ അവിടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അവിടെ നീട്ടണം. ആദ്യത്തെ അമ്മയിൽ എന്തില്ല? നീട്ടാനില്ല. കാരണം എന്താ? അമ്മ എന്നുള്ള പിന്നെ ഈ അലിഫില്ലേ, അതിൻ്റെ ശേഷം വരുന്ന എന്താ വരുന്നത്? അംസ വരുന്നുണ്ട്. എവിടെയാണ്? ഉണ്ട്. ഈ കണ്ടില്ല നിങ്ങൾ? ഏത്? ആദ്യത്തേലില്ല. ആദ്യത്തേൽ എന്താ? പിന്നെ അമ്മൽ ഇൻസാനു അവിടെ നീട്ടേണ്ട ആവശ്യമില്ല. ആ അലിഫ് പോവും. രണ്ടാമത്തേൽ അമ്മ കഴിഞ്ഞിട്ട് ഈ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? അമ്മ നീട്ടണം. ആദ്യത്തെ നീട്ടണ്ട, രണ്ടാമത്തെ നീട്ടണം. അപ്പം എങ്ങനെ ഓതണം? വ അമ്മ ഇദാ മബ്തലാഹു. ഇതാ കുറേ നീട്ടാൻ പാടില്ല എന്നാണ് കേട്ടോ. പിന്നെ വ അമ്മ അവിടെ മണിക്കണം. പിന്നെ നീട്ടണം. അപ്പോൾ ഓതേണ്ടത് വ അമ്മ ഇദാ മബ്തലാഹു. ഇബ്തലാഹു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മായുടെയും 2 ഉച്ചാരണമില്ല. പിന്നെ ഫഖദറ അലൈഹി റിസ്ഖഹു. റിസ്ഖഹു രി ആണ് ഉച്ചരിക്കേണ്ടത്, റ അല്ല. റിസ്ഖഹു തർക്കീക്കായിട്ട്. അപ്പോൾ റിസ്ഖഹു എന്നെല്ലാം 2 കതിർ നീട്ടണം. മദ്ദുസിലത്തി സുഹറ. പിന്നെ ഫയഖൂലു റബ്ബി അഹാനൻ. റബ്ബി എത്ര നീട്ടണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മുതൽ 6 വരെ നീട്ടണം.
അഹാനനി എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യണോണ്ട് എന്ത് ചെയ്യാണ്? അഹാനൻ. ആ രണ്ടായത്തൊന്ന് ഓതി വയ്ക്കാൻ. അഊദു ബില്ലാഹ്. എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ തജ്വീദിലെ ഡൗട്ട് ഉണ്ടോ? ആലോചിക്കാൻ ഉണ്ടോ? അങ്ങനെയല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നാ അർത്ഥം പറഞ്ഞോളി. ഫ അമ്മ, എന്നാൽ എന്നാണ് അർത്ഥം. അപ്പോൾ എന്നാൽ എന്നാണ്. പക്ഷേ നമ്മൾ മലയാളത്തിൽ എന്ത് പറഞ്ഞാൽ മതി? എന്നാൽ. അൽ ഇൻസാനു, മനുഷ്യൻ, ഉദ്ദേശിക്കുന്നത് മനുഷ്യവർഗമാണ്. ഇദാ മബ്തലാഹു, അവനെ പരീക്ഷിക്കുമ്പോൾ, റബ്ബുഹു, അവൻ്റെ രക്ഷിതാവ് അവനെ പരീക്ഷിച്ചാൽ അല്ലെങ്കിൽ പരീക്ഷിക്കുമ്പോൾ, ഫഅക്റമഹു, എന്നിട്ട് അവനെ ആദരിക്കുകയും ചെയ്താൽ, വനഅമഹു, അവന് സൗഖ്യം നൽകുകയും അല്ലെങ്കിൽ അനുഗ്രഹം നൽകുകയും ചെയ്താൽ, ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, മനുഷ്യൻ പറയും, റബ്ബി, എൻ്റെ രക്ഷിതാവ്, അക്രമനി, എന്നെ ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നീ എന്നെ എന്നുള്ളതിനാണ് ആ യാവ് പോയതാണ്. അപ്പോൾ ഒന്നുകൂടി, ഫഅമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു, അവൻ്റെ രക്ഷിതാവ് അവനെ പരീക്ഷിച്ചാൽ അല്ലെങ്കിൽ പരീക്ഷിക്കുമ്പോൾ, ഫഅക്റമഹു, എന്നിട്ട് അവനെ ആദരിക്കുകയും ചെയ്താൽ, വനഅമഹു, അവന് അനുഗ്രഹം അല്ലെങ്കിൽ സൗഖ്യം നൽകുകയും ചെയ്താൽ, ഫയഖൂലു, ആ മനുഷ്യൻ പറയും, റബ്ബി അക്രമൻ, എൻ്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു. പിന്നെ വ അമ്മ, എന്നാൽ ഇദാ മബ്തലാഹു, അവനെ അള്ളാഹു പരീക്ഷിച്ചാൽ, ഫഖദറ അലൈഹി റിസ്ഖഹു, അവൻ്റെ റിസ്ക്കിനെ അള്ളാഹു പരിമിതപ്പെടുത്തുകയും ചെയ്താൽ, ഖദറ അലൈഹി എന്ന് പറഞ്ഞാൽ ഇടുക്കിക്കളയുക, പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. വിശാലാക്കാതെ അല്പം പരിമിതപ്പെടുത്തുകയും ചെയ്താൽ, ഫയഖൂൽ, ആ മനുഷ്യൻ പറയും, റബ്ബി, എൻ്റെ രക്ഷിതാവ്, അഹാനനി, എന്നെ അപമാനിച്ചിരിക്കുന്നു. അപ്പം അനുഗ്രഹം നൽകിയാൽ മനുഷ്യൻ്റെ വാക്ക് അള്ളാഹ് ആദരിച്ചിരിക്കുന്നു. അനുഗ്രഹം അല്പം ഇടുക്കി അല്ലെങ്കിൽ പരിമിതപ്പെടുത്തിയാൽ ആ മനുഷ്യൻ പറയും, അള്ളാഹ് എന്നെ അപമാനിച്ചിരിക്കുന്നു. ഇതാണ് പൈലുള്ള ആശയം. എന്താ പൈല് നമുക്ക് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് പൈന്ന് എന്തൊക്കെ മനസ്സിലാവണമെന്ന് പറഞ്ഞാണ്. അവിടുന്ന് തുടങ്ങിയാൽ മതിയല്ലോ. എന്തൊക്കെ? പഠിച്ചോന്നെ ഇഷ്ടമാ. പഠിച്ചോനെ ഇഷ്ടമില്ല എന്നും പറയും അല്ലേ? ഇനി നോക്കാം. ബലാ ഇബ്തിലാ എന്നുള്ളതാണ്. ഇബ്തിലാ എന്നാണ് അതിൻ്റെ ക്രിയാധാതു. ബലാ എന്നുള്ളതിൽ നിന്നാണ് വരുന്നത്, പരീക്ഷണം. ബലാ, വല്ലാത്തൊരു മുസീബത്ത് ബലാ എന്നൊക്കെ നമ്മൾ പറയല്ലേ മലയാളത്തിൽ, ആ ബലാ തന്നെ. ഇനി തിരിച്ചു വരാം. ഫഅമ്മൽ ഇൻസാനു, മനുഷ്യൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. വിശ്വാസി എന്നാണോ? ഇല്ല. മനുഷ്യവർഗം എന്നുള്ളതിൽ ആര് പെടും? എല്ലാവരും പെടും. വിശ്വാസിയും പെടും, അവിശ്വാസിയും പെടും അല്ലേ? അപ്പം വിശ്വാസിയെ പറ്റി മാത്രമല്ല ഇവിടെ അള്ളാഹു പ്രതിപാദിക്കുന്നത്. എന്നാൽ മനുഷ്യന് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു തെറ്റായ ധാരണ അള്ളാഹു താല ഇതിലൂടെ തിരുത്താണ്. എൻ്റെ അടുത്ത് കുറേ പണം ഉണ്ടെങ്കിൽ എൻ്റെ ധാരണ എന്താ? അള്ളാഹ്ക്കിനോട് നല്ല ഇഷ്ടമാണ് അല്ലേ? നിങ്ങളെടുത്തുണ്ടെങ്കിലും അതന്നെ, അള്ളാഹ്ക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അല്പം റിസ്ക്, ഉപജീവന മാർഗം ഇടുക്കിക്കളഞ്ഞാൽ, അല്പം കുറച്ച് സമയം ജോലിയൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ പടച്ചോൻ എന്നെ ഇഷ്ടമില്ല, എന്നെ അപമാനിച്ചിരി. ഇതാണ് മൊത്തത്തിൽ മനുഷ്യന്മാർ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണ.
ആ ധാരണ തിരുത്തുകയാണ് ഈ 2 ആയത്തിലൂടെയും അല്ലാഹു തആല ചെയ്യുന്നത്. അപ്പം ഒരു സംഭവത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് അതിൻ്റെ ബാഹ്യമായ രൂപത്തിലല്ല. നമ്മളൊക്കെ നോക്കിക്കാണെന്താ, ബാഹ്യമായ ആ രൂപം മാത്രമാണ് നമ്മൾ നോക്കുക. ഒരു വിശ്വാസി എങ്ങനെ നോക്കുക, ബാഹ്യായ രൂപം മാത്രമല്ല അല്ലേ. ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസി സംഭവങ്ങളെ നോക്കിക്കാണാൻ ഈമാനിൻ്റെ കണ്ണുകൊണ്ടാ, മനുഷ്യൻ നോക്കിക്കാണാൻ ഭൗതിക കണ്ണുകൊണ്ടാ. രണ്ടും വ്യത്യാസമുണ്ട്. ഭൗതിക കണ്ണുകൊണ്ട് നോക്കിക്കാണുമ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയാൽ നല്ലത് അറിയും, ഇല്ലെങ്കിൽ എന്തു പറയും, ഇല്ല പിന്നെ മോശമാണെന്ന് പറയും. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണോട് നോക്കിക്കാണുമ്പോൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അള്ളാഹ് എന്നെ പരീക്ഷിക്കാൻ തന്നതാണ് എന്ന ആ ഒരു അടിയുറച്ച വിശ്വാസം ആർക്കുണ്ടാവും, പിന്നെ ആർക്കുണ്ടാവും, ഒരു വിശ്വാസിക്കുണ്ടാവും. ഇനി നോക്കി നിങ്ങൾ, ഫഅമ്മൽ ഇൻസാനു, അപ്പോൾ ഒരു മനുഷ്യനല്ല, മനുഷ്യവർഗം, അതിൽ വിശ്വാസിയും പെടും അവിശ്വാസിയും പെടും. ഇനി അള്ളാഹ് പറയുന്നത് ഇദാ മബ്തലാഹു, ആ മനുഷ്യവർഗത്തെ, മനുഷ്യൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ, ആ മനുഷ്യനെ അവൻ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, അവന് ബലാ നൽകിയാൽ. നോക്കി നിങ്ങൾ, അല്ലാഹു തആല അവന് നൽകിയാൽ എന്ന് മാത്രമല്ല പറഞ്ഞത്, അയത്താന്നാണോ പറഞ്ഞത്? അല്ല. ദാനം നൽകുക, സമ്പത്ത് നൽകുക, ആ പദമല്ല അല്ലാഹു തആല ഉപയോഗിച്ചത്. മറിച്ച് പരീക്ഷിച്ചാൽ, നൽകിക്കൊണ്ട് പരീക്ഷിക്കും അല്ലാഹു തആല. നിങ്ങൾക്ക് ചിലപ്പോൾ കോടികൾ നൽകിക്കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും അല്ലേ. മറ്റൊരാൾക്കോ അതിനേക്കാൾ വലുത് നൽകിക്കൊണ്ട് അയാളെയും പരീക്ഷിക്കും. ഒന്നുമില്ലാതെയും അല്ലാഹു പരീക്ഷിക്കും. ഇവിടെ നൽകിക്കൊണ്ട് പരീക്ഷിച്ചാൽ എന്നാണ് ആദ്യത്തെ മബ്തലാഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അല്ലാഹു നൽകുന്നതും പരീക്ഷണമാണ്, അല്ലാഹു നൽകാതെ തടഞ്ഞു വെക്കുന്നതും എന്താണ്, പരീക്ഷണമാണ്. രണ്ടും പരീക്ഷണമാണ്. അപ്പോൾ ഒരാൾ ധനികനായാൽ അതും പരീക്ഷണമാണ്, ഒരാൾ ഫക്കീറായാൽ അതും പരീക്ഷണമാണ്. അപ്പോൾ ദാരിദ്ര്യവും പരീക്ഷണമാണ്, ധന്യതയും പരീക്ഷണമാണ്, ആരോഗ്യം പരീക്ഷണമാണ്, പിന്നെ അനാരോഗ്യവും സിഹത്തും ഒക്കെ പരീക്ഷണമാണ് എന്നതാണ്. അപ്പം ആ കണ്ണുകൊണ്ടായിരിക്കണം, ഒരു വിശ്വാസിയുടെ കണ്ണുകൊണ്ടായിരിക്കണം നമ്മളിത് നൽകണം. ഇനി ഒരാൾക്ക് കുറേ സമ്പത്ത് കിട്ടി, ആ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെറും ഒരു അനുഗ്രഹം എന്ന രൂപത്തിലല്ല അത് കാണേണ്ടത്. മറിച്ച് എന്താണ്, അല്ലാഹ് ഞാൻ ശുക്ർ ചെയ്യുന്നുണ്ടോ, നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ് ആ സമ്പത്ത് എന്നതാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. ചരിത്രം നമുക്കറിയാം, സുലൈമാൻ നബി, അത് ഞാൻ പറയാം. അതേപോലെ ദാരിദ്ര്യമാകുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ദാരിദ്ര്യം പടച്ചോനെ അടങ്ങാറാക്കാൻ തന്നതല്ല, മറിച്ച് എന്താണ്, ഞാൻ ക്ഷമിക്കണുണ്ടോ, യഥാർത്ഥ ക്ഷമ കൈക്കൊള്ളുന്നവനാണോ ഞാൻ എന്ന അത് അല്ലാഹു തആല നോക്കാനാണ് നമുക്ക് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും നൽകുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഒരാളെ ധന്യത നൽകി, പണം നൽകി, അല്ലെങ്കിൽ വലിയ സമ്പന്നനാക്കി എന്നുള്ളത് അയാളുടെ ആദരവിൻ്റെ അടയാളമല്ല. അതേപോലെ മറ്റൊരാളെ അതിൽ ദരിദ്രനാക്കി എന്നതും അയാളുടെ അനാദരവിൻ്റെയും അടയാളമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പം അല്ലാഹു തആല എന്താ, ഇദാ മബ്തലാഹു റബ്ബുഹു, റബ്ബ് എന്നുള്ള പദപ്രയോഗമാണല്ലോ ഉപയോഗിച്ച്. ആ റബ്ബ് ഉദ്ദേശിക്കണ ആരാ? അല്ലാഹ് തന്നെ. എന്തേ ഇദാ മബ്തലാഹു ല്ലാഹു എന്ന് പറയാതെ റബ്ബുഹു പറഞ്ഞത്? വ്യത്യാസമുണ്ട്. അല്ലാഹു എന്നല്ല അവിടെ പറഞ്ഞത്, റബ്ബ് എന്നാണ്. അപ്പം ആ റബ്ബ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ല, റബ്ബ് എന്ന് മാത്രം പറഞ്ഞു വെച്ചാൽ, മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുക്കുന്നത്, അവനെ പോറ്റി വളർത്തുന്നത് അല്ലാഹുവാണ്. നമ്മുടെ ചെറുപ്പം മുതൽ ഇപ്പം ഈ കസാരയിൽ നമ്മൾ ഇരിക്കുന്നത് വരെയുള്ള ഓരോ സെക്കൻഡും നിമിഷവും ദിവസവും മാസങ്ങളും കൊല്ലങ്ങളും പിന്നോട്ട് തിരിഞ്ഞോക്കി എന്തൊക്കെയോ പഠിച്ചോ നമുക്ക് നൽകിയത്, എണ്ണിയാൽ ഒതുങ്ങോ? ഇല്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിലായപ്പോൾ ആരാ നമുക്ക് ഭക്ഷണം നൽകിയത്? ഉമ്മ കൊണ്ടുവന്നതാ? അല്ല. ആണോ? അല്ല. അവിടെ 8-9 മാസക്കാലം താമസിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ആരാ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നത്? ആരാ നൽകിയത്? ഏതെങ്കിലും ഡോക്ടറാണോ? അല്ല. ആലോചിച്ച് നോക്കൂ. അവിടെ നിന്ന് അവൻ വളരുന്ന ഓരോ രംഗവും ഓരോ മർഹലയും ചിന്തിച്ചാൽ റബ്ബ് യഥാർത്ഥത്തിൽ നമ്മളെ പോറ്റി വളർത്തിയത് അല്ലാഹുവാണ്, അഥവാ അതാണ് റബ്ബ് എന്ന് പറയുന്നത് എന്നുള്ള. ഇനി നമുക്ക് വേദന വരുമ്പോൾ
നമുക്കിപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും, അപ്പം നമ്മൾ വേദന ഉണ്ടാവും നമുക്ക്. ആ വേദന എന്താണ് മനുഷ്യൻ നോക്കേണ്ടത്, ഒരു വിശ്വാസി നോക്കേണ്ടത് വേദനയിലേക്ക് മാത്രമല്ല. മനുഷ്യന്മാർ മൊത്തത്തിൽ നോക്കുക, നമുക്ക് വേദന ഉണ്ടാകുന്ന ഭാഗത്ത് ആ വേദന മാത്രം അവൻ്റെ തലയിൽ വരിക. എന്നാൽ ആ വേദന തന്ന, ആ പ്രയാസം തന്ന ആ രക്ഷിതാവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇദാ മബ്തലാഹു റബ്ബുഹു എന്ന പദപ്രയോഗം റബ്ബ് തമ്പുരാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തിനാ ചിലപ്പോൾ നമുക്ക് അല്ലാഹു തആല വലിയ പരീക്ഷണം നൽകും അല്ലേ? വലിയ ദാരിദ്ര്യമോ പട്ടിണിയോ മറ്റ് രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നൽകും. എന്തിനാണത്? ഡോക്ടർ ചിലപ്പോൾ ചെറിയ കുട്ടിക്ക് അതിനെന്ത് ചെയ്യും, കയ്പുള്ള മരുന്ന് നൽകും. ആ ഡോക്ടർക്ക് ആ കുട്ടീനോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടാ? അല്ല, ആ ഡോക്ടർക്ക് അറിയാം ഈ മരുന്ന് കുടിച്ചാലാണ് കുട്ടിയുടെ അസുഖം മാറുക. ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അള്ളാഹുവിൻ്റെ ദാസന്മാരായ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അള്ളാഹു കയ്പുള്ള പരീക്ഷണങ്ങൾ നൽകും. ആ കയ്പുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത് നമ്മെ ശുദ്ധീകരിക്കാനാണ് എന്നതാണ് അത് നാം നിന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു എന്നിട്ട് പറയാം ഫഅക്റമഹു. അക്രമ എന്ന് പറഞ്ഞാൽ എന്താ? അവനെ ആദരിച്ചു. ബഹുമാൻ. എങ്ങനെ ആദരിക്കല്? ചിലപ്പം അവൻ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യം നൽകിക്കൊണ്ടാണ്ട് ആദരിക്കും അല്ലേ? കുറേ നിഅമത്ത് നൽകിയിട്ടാണ്ട് ആദരിക്കും. പിന്നെ അത് ചിലപ്പോൾ സമ്പത്താവും, അല്ലെങ്കിൽ ജാഹാവും, അല്ലെങ്കിൽ ആരോഗ്യമാവും, ശക്തിയാവും, ആൾബലമാവും, ഫോളോവേഴ്സാവും, ആരോഗ്യമാവും അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ട് അല്ലാഹു തആല ആദരിക്കും. എന്നിട്ട് പറയണത് വനഅമഹു, അങ്ങനെ തന്നെയല്ലേ? അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ, അവന് നിഅമത്ത് നൽകുകയും ചെയ്താൽ, ജീവിതത്തിലെ സൗഖ്യമാണ് നഅമ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ പറയും ഫയഖൂലു റബ്ബി അക്രമൻ. യഥാർത്ഥത്തിൽ ഇവിടെ നോക്കി നിങ്ങൾ, എന്താപ്പം അള്ളാഹ് ആദരിച്ച് അള്ളാഹ് നമുക്ക് അനുഗ്രഹമൊക്കെ നൽകി നമ്മൾ പിന്നെ അൽഹംദുലില്ലാ അക്രമനി എന്ന് പറയുന്നതല്ല ഇവിടെ പ്രശ്നം. മറിച്ച് ഇവിടെ പ്രശ്നം എന്താ? ഞാൻ എൻ്റെ യോഗ്യത കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെട്ടവനാണ്. നമ്മളിപ്പോൾ നമുക്ക് കുറേ സമ്പത്ത് കിട്ടി അല്ലേ? അല്ലെങ്കിൽ മറ്റു അനുഗ്രഹങ്ങൾ കിട്ടി. ആ കിട്ടുമ്പോൾ നമ്മൾ എന്താ പറയുക? അൽഹംദുലില്ലാ അക്രമനി എന്നാ പറയണ പറച്ചിലല്ല ഇവിടെ തെറ്റ്. ഇവിടെ തെറ്റെന്താ? അല്ലാഹു തആല ഇവിടെ തിരുത്തുന്നത് എന്താ? ഞാൻ അള്ളാഹിൻ്റെ അടുക്കൽ ആദരിക്കപ്പെടാൻ കാരണം എന്താ? എൻ്റെ സമ്പത്താടാ അല്ലേ? അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം കൊണ്ടാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് ആദരിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്ന ആ അനുഗ്രഹം കൊണ്ട് എനിക്കുള്ളത് കൊണ്ടാണ്, യോഗ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ വിശ്വാസത്തെ, ഈ ധാരണയെ തിരുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യണത് എന്നുള്ളത്. അപ്പം അതാണ് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടി നിങ്ങൾ തിരിച്ചു വരാം. അപ്പം ധന്യത പരീക്ഷണമാണ്, ദാരിദ്ര്യവും പരീക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല പറയേണ്ടത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല അല്ലേ? ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഏറ്റവും കുറ്റമറ്റ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പം ആലോചിച്ച് നോക്കൂ, കുറേ പ്രവർത്തിക്കാന്നില്ലതല്ല, കുറേ നമസ്കരിക്കാന്നുള്ളതല്ല, 24 മണിക്കൂർ നിസ്കരിക്കാനല്ല നിങ്ങളോട് പറയുന്നത്. മറിച്ചെന്താ? ചെയ്യണ കാര്യം അത് കുറ്റമറ്റ രൂപത്തിൽ ചെയ്യാം അല്ലേ? അതിലൊരു തകരാറില്ലാതെ ചെയ്യാന്നില്ല. നമ്മൾ 2 റക്അത്ത് 3 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് കൂട്ടിക്കോളി അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ 1 റക്അത്ത് നിസ്കരിക്കണം, 5 റക്അത്ത് എന്താവട്ടെ, ആ ഒരു തഹജ്ജുദ് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ കുറേ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതിലല്ല, ബേജാറ് കൂട്ടിയിട്ട് കുറേ നമസ്കരിക്കുക എന്നുള്ളത്. ആ നമസ്കരിക്കണ നമസ്കാരം, അതിൽ ചെയ്യുന്ന ദിക്റുകളും ദുആകളും ഒക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനെ മുമ്പിൽ കാണുന്നത് പോലെയുള്ള ആ ഭക്തിയോട് കൂടിയ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാതെ മുഴുവൻ കാര്യങ്ങളും ഒരാളുടെ ജീവിതത്തിലും ചെയ്തു തീർക്കാൻ കഴിയൂല ഇല്ലേ? ആലോചിച്ച് നോക്കും, എല്ലാ കാര്യവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചിലവർക്ക് ചിലത് ചെയ്യാൻ പറ്റും, ചിലവർക്ക് ചിലത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ചെയ്യണ കാര്യം കുറ്റമറ്റ രൂപത്തിൽ ചെയ്യണം എന്നതാണ് ആ ആയത്ത് നമ്മെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ധനികൻ തൻ്റെ മാല് കൊണ്ട് പരീക്ഷിക്കപ്പെടും, ദരിദ്രൻ
തൻ്റെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും, ആരോഗ്യവാൻ തൻ്റെ ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു, രോഗി തൻ്റെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും. അതാണ് അല്ലാഹു തആല പറയുന്നത്, വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. രണ്ടും പരീക്ഷണമാണ് അല്ലേ, ഖൈറും ഷർറും ഒക്കെ. വ ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന എന്ന് അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. നീ നോക്കി നിങ്ങളെ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷയിലേക്ക് രണ്ട് തരത്തിലുള്ള വിദ്യാർത്ഥികൾ കടന്നു വരാം. രണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുന്നു. ഒരാൾക്ക് അധ്യാപകൻ നല്ല പ്രയാസമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തു. ഇന്നത്തെ പരീക്ഷകളൊക്കെ എങ്ങനെ 10 ആളുണ്ടെങ്കിൽ 100 ആളുണ്ടെങ്കിൽ 100 പേപ്പറാണ്. എല്ലാവർക്കും പണ്ടത്തെ പോലെ ഒരേ പേപ്പറാണോ? അല്ല, ഇയാൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറാവും, അതിന് വ്യത്യസ്തമായിരിക്കും ഇയാൾക്ക്, അതിന് വ്യത്യസ്തമായിരിക്കും മറ്റേയാൾക്ക്. അങ്ങനെ ഇപ്പോൾ പരീക്ഷ നടക്കുക. അങ്ങനെ ഒരാൾക്ക് നൽകിയാൽ ഇയാൾക്ക് വളരെ പ്രയാസമുള്ളത് നൽകി, ഇയാൾക്ക് വളരെ ഈസി ഉള്ളതും നൽകിയെന്ന് കൂട്ടാം. നമ്മളെന്താ തീരുമാനിക്കാം? ഈസി ഉള്ളവൻ പാസ്സാവും, ഇതെന്താ പ്രയാസമുള്ളവൻ തോൽക്കും എന്നാണ് നമ്മുടെ ധാരണ. നമ്മുടെ ധാരണ അങ്ങനെ. പക്ഷേ അങ്ങനെയല്ല. എപ്പോഴാ തോൽവിയും പരാജയവും അറിയാം? റിസൾട്ട് വന്നതിന് ശേഷം അല്ലേ? ഇതാണ് ദുനിയാവ്, ഇതാണ് ദുനിയാവ്. ഇവിടെ ചെലോല് അല്ലാഹു തആല കുറേ ഈസി ആക്കിയിട്ട് എല്ലാ സമ്പത്തും കൊടുക്കും. പണം നൽകും, ഭൂമി നൽകും, എല്ലാ ഹോട്ടലും നൽകും, എല്ലാ 5 സ്റ്റാർ അയാൾക്കും നൽകും അല്ലേ? എന്താ ദുനിയാവ് കിട്ടണം ഒക്കെ അയാൾക്കാണ് നൽകിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും അയാൾക്കൊക്കെ ഈസി, അയാൾ പാസ്സാവും അല്ലേ? ഇയാളോ പരമദരിദ്രൻ, അയാൾക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കും അയാളൊന്നും രക്ഷപ്പെടൂല കേട്ടോ എന്നാണ് നമ്മുടെ ധാരണ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ധാരണ തിരുത്തുകയാണ് ഇത് ഈ 2 ആയത്തിലൂടെ അല്ലേ? നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ അനുഗ്രഹവും അല്ല നിങ്ങളുടെ വിജയത്തിൻ്റെ മാനദണ്ഡം അല്ലേ? നിങ്ങളുടെ സമ്പത്തില്ലായ്മയോ അനുഗ്രഹം ചുരുക്കിക്കളഞ്ഞതോ പരിമിതപ്പെടുത്തിയതോ അല്ല നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കണം. അപ്പം സമ്പത്ത് എന്ന് പറയുന്നത് ആദരവിൻ്റെ അടയാളമല്ല എന്നതാണ് അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, വയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബല്ല യശ്ഉറൂൻ എന്ന് പറയുന്നുണ്ട്. അയഹ്സബൂൻ, അവർ വിചാരിക്കുന്നുണ്ടോ നാം മക്കളെയും സമ്പത്തും ഒക്കെ അവർക്ക് കണ്ടമാനം ആട് നൽകി, അവരിങ്ങനെ ഖൈറാത്തിൽ ഇങ്ങനെ ഉളരി പോവുകയാണ്. പക്ഷേ കാര്യങ്ങൾ അവർ വ്യക്തമായി അറിയുന്നില്ല. എന്താ പര്യവസാനം എന്ന് ആർക്കറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരാളുടെ സമ്പത്ത് കൊണ്ടോ ആണെങ്കിൽ മക്കളുടെ ആധിക്യം കൊണ്ടോ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറഞ്ഞത് എന്താ, അനുഗ്രഹമുള്ളവൻ അനുഗ്രഹം കുറഞ്ഞവരിലേക്ക് നോക്കണം, അനുഗ്രഹം കിട്ടിയവൻ അനുഗ്രഹം കുറഞ്ഞവരിലേക്ക് നോക്കണം. അപ്പോഴേ അനുഗ്രഹത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ. അല്ലാഹു തആലയും നമ്മെ നോക്കുന്നത് ആ രൂപത്തിലാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഭൗതികമായ രൂപത്തിലേക്കല്ല നോക്കുന്നത്. വലാ ഇലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൻ്റെ ആധിക്യത്തിലേക്കും അല്ല നോക്കണം. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ ആത്മാർത്ഥത അനുസരിച്ചുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കുമാണ് അല്ലാഹു തആല നോക്കണമെന്ന്. അപ്പം ദുനിയാവിന് അത്ര വില അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ലൗ കാനത്തി ദുന്യ, റസൂലുള്ളാഹി പറയുന്നത് കാണാം, ലൗ കാനത്തി ദുന്യ തഅദിലു ഇൻദല്ലാഹ് ജുനാഹ ബഹൂലത്തിൻ, ഒരു കൊതുകിൻ്റെ അത്ര സ്ഥാനം ആ ഒരു ദുനിയാവിന് അല്ലാഹു തആല കണക്കാക്കിയെങ്കിൽ മാ സക്കാ കാഫിറൻ മിൻഹാ ശുർബത്തമായി, ഒരു മുറുക്ക് വെള്ളം ഇവിടുത്തെ അവിശ്വാസിക്ക് കുടിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ്. അപ്പം ആലോചിച്ചു, അള്ളാഹ് എത്ര അനുഗ്രഹീതനാണ്. വിശ്വാസിക്കും കൊടുക്കേണ്ട വെള്ളം, അവിശ്വാസിക്കും കൊടുക്കേണ്ട വെള്ളം. അപ്പോൾ ഒക്കെ കിട്ടണമെന്ന് വിചാരിച്ച് ഓൻ ആദരിക്കപ്പെടുന്നു, മറ്റോൻ ആദരിക്കപ്പെടുന്നില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് കടന്നു നോക്കും. ഒരാൾക്ക് കുറേ കൊട്ടാരം, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സമ്പത്തും ഉണ്ട്. പക്ഷേ അയാൾ അത് കാരണമായിട്ട് നമസ്കാരത്തു നിന്നും മറ്റു ആരാധനാ കർമ്മത്തു നിന്നൊക്കെ ഇങ്ങനെ പിന്തി പോവാണ് അല്ലേ? സമ്പത്ത് കിട്ടുമ്പം ചിലപ്പം ഇതൊരേ ക്ലാസ്സിന് ഇരുന്നിട്ടുണ്ടാവും, ഒരു ഹോട്ടലൊക്കെ അടുത്ത് തുടങ്ങും. ആ അടുക്കിന് അയാൾക്ക് ആദ്യമൊക്കെ കൃത്യമായിട്ട് നിസ്കരിച്ചിരുന്ന മനുഷ്യൻ പിന്നെ അയാൾക്ക് നിസ്കരിക്കാൻ സമയമല്ല അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ പോയി നിസ്കരിക്കും. പിന്നെ ആ നിസ്കാരം 5 വക്തും ഒരു സമയത്ത് രാത്രി പോയി നിസ്കരിക്കും. ഇങ്ങനെയൊക്കെ കാണാം. എന്താ, സമ്പത്തിൻ്റെ പിന്നാലെ കൂടുക. അവിടെ ജോലി ചെയ്യാൻ ആരുമില്ല, അപ്പം നമ്മൾ സഹായിക്കണം.
ആ രൂപത്തിൽ നമ്മൾ ഇത് ചിലപ്പോൾ പരീക്ഷിക്കും അല്ലാഹു തആല. ഇങ്ങനെയൊക്കെ നൽകിക്കൊണ്ട് അള്ളാഹു. അപ്പം ഒരു സമയത്തും നമുക്ക് എന്ത് കിട്ടിയാലും റബ്ബിന് കൊടുക്കേണ്ട അവകാശമാകുന്ന നമസ്കാരം പോലുള്ള കർമ്മത്തിൽ നിന്ന് നമ്മൾ പിന്തി നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെങ്കിൽ രണ്ടാമത്തെ ഒരാൾക്ക് ഒന്നും പടച്ചോൻ കൊടുത്തിട്ടില്ല, പക്ഷേ ആ കൊടുക്കാത്തതിൽ അയാൾ സംതൃപ്തനാണ്, ക്ഷമിച്ചു നിൽക്കുകയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവൻ ആരാ? ഈ കിട്ടിയ ആളല്ല, മറിച്ച് ഒന്നുമില്ലാതെ ക്ഷമിച്ചു നിൽക്കുന്ന ആളാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, മഹാനായ സുലൈമാൻ നബിയുടെ ചരിത്രം അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ഉണ്ടോ? സുലൈമാൻ നബി അലൈഹിസ്സലാം ആരായിരുന്നു? രാജാവായിരുന്നു, വലിയ ധനികനാണ്. അതോടൊപ്പം പ്രവാചകത്വം അല്ലാഹു തആല നൽകിയിട്ടുണ്ട് അല്ലേ? ആ ഈ സമ്പത്തൊക്കെ കിട്ടിയപ്പോൾ എന്താ അയാൾക്ക് കിട്ടിയ അനുഗ്രഹം ഏതാ? ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം അയാളുടെ മുമ്പിലാണ് കൊണ്ടുവച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ സുലൈമാൻ നബി ആഹ്ലാദിച്ച് ചിരിച്ച് ആഹ്ലാദിക്കല്ല ചെയ്തത്, മറിച്ച് എന്താ പറഞ്ഞത്? എന്നെ അള്ളാഹു ആദരിച്ചു എന്ന് പറഞ്ഞില്ല അവിടെ അല്ലേ? അള്ളാഹ് എന്നെ ആദരിച്ച എന്നെ ആദരിച്ചതാണ് ബിൽക്കീസ് രാജ്ഞിയുടെ ആ സിംഹാസനം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ആര് പറഞ്ഞില്ല? സുലൈമാൻ നബി പറഞ്ഞില്ല. എന്താണ് ആ അർത്ഥം? അക്രമനി അള്ളാഹു എന്നെ ആദരിച്ചു എന്നല്ല പറഞ്ഞത്, മറിച്ചെന്താ? ഞാൻ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ ആളായതുകൊണ്ട് അള്ളാഹു എന്നെ ആദരിച്ചു, ഒരു നബി ആയതുകൊണ്ട് ആദരിച്ചു എന്നൊന്നും സുലൈമാൻ നബി പറഞ്ഞില്ല. മറിച്ചെന്താ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹമാണ്. എന്നിട്ട് പറയണ എന്താ? ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഈ അനുഗ്രഹം എനിക്ക് നൽകിയത് ഞാൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനാണ്, പരീക്ഷിക്കാനാണ് അള്ളാഹു എനിക്ക് അനുഗ്രഹം. ആരത് പറയുന്നത്? ഒരു മഹാപ്രവാചകൻ, ധനാഢ്യനായ പ്രവാചകൻ, ആധിപത്യമുള്ള പ്രവാചകൻ, അള്ളാഹു തആല പ്രവാചകത്വം കൊണ്ട് ആദരിച്ച പ്രവാചകൻ അല്ലേ? ആലോചിക്കുങ്ങൾ. ഇതൊക്കെ കിട്ടിയ ഒരു മഹാമനുഷ്യൻ പറയാണ്, പടച്ചോനി പരീക്ഷിക്കാനാണ് ഇതൊക്കെ എനിക്ക് തന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. അപ്പം യഥാർത്ഥത്തിൽ നമുക്കൊക്കെ പാഠം ഉൾക്കൊള്ളാനുള്ളതാണ് ഏത്? സമ്പത്ത് കിട്ടുമ്പോഴോ, മക്കളെ നൽകുമ്പോഴോ, ആരോഗ്യം ഉണ്ടാവുമ്പോഴോ, ഇതൊന്നും അതിലൊന്നും നമ്മൾ വഞ്ചിതരാവണ്ട. ഇനി അത് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ ബേജാറാവേണ്ടതില്ല. അള്ളാഹു നമ്മെ അപമാനിച്ചതല്ല. ആ ഏറ്റവും വലിയ തെളിവാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വേദന കൊണ്ട് പുളയുമ്പോഴും ആ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ല, പടച്ചോനെ എന്താ പഞ്ചിൻ്റെ എങ്ങനെ അപമാനിക്കണമെന്നോ എന്ന് പറഞ്ഞതേ ഇല്ല. മറിച്ച് എന്താ പറഞ്ഞത്? അന്നീ മസ്സനിയല്ലുറു, പടച്ചോനെ എനിക്ക് ദുരിതം ബാധിച്ചു. വ അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവാനാണ് പടച്ചവനെ നീ എന്നാണ്. വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പോൾ ഉള്ള മക്കളും നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, എല്ലാം കുടുംബം നഷ്ടപ്പെട്ട്, സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആ അയ്യൂബ് നബി പറഞ്ഞത് അള്ളാഹ് എന്നെ അപമാനിച്ചു അല്ലെങ്കിൽ അള്ളാഹ് എന്നെ ദുരിതത്തിലാക്കി എന്നൊന്നും അല്ല പറഞ്ഞത്, മറിച്ച് കരുണ ചെയ്യുന്നവരിൽ വെച്ച് നീ ഏറ്റവും വലിയ കാരുണ്യവാനാണ്, നിന്റെ കാരുണ്യം ആവശ്യമുള്ളവനാണ് പടച്ചവനെ എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കി നിങ്ങൾ, ആ അയ്യൂബ് നബി അവിടെ സ്വാബിറ, അദ്ദേഹത്തെ ക്ഷമിക്കുന്നവനായിട്ട്, ക്ഷമ കൈക്കൊള്ളുന്നവനായിട്ട് നാം കണ്ടെത്തി. നിഅമൽ അബ്ദു, ആ ദാസൻ എന്ന അയ്യൂബ് നബി എത്ര നല്ല അടിമയാണ് എന്നതാണ് അതിൽ നമുക്ക് പഠിക്കാൻ. എന്നാൽ സമ്പത്ത് കൊണ്ട് പരീക്ഷിച്ച ആ മനുഷ്യനാണ് ആര്? ഖാറൂൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, മൂസാ നബിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന ആ ഖാറൂൻ മുതലാളി. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖാറൂന് ഏറ്റവും കൂടുതൽ സമ്പത്ത് അല്ലാഹു തആല നൽകി. അതുമൂലം അവൻ എന്ത് ചെയ്തു? ആളുകളോടൊക്കെ അക്രമം പ്രവർത്തിച്ചു. എത്രത്തോളം വെച്ചാൽ ഖജനാവിൻ്റെ താക്കോലുകൾ, അന്ന് ഖജനാവാണല്ലോ അല്ലേ, ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറല്ല, ഉള്ളിലല്ല, മറിച്ച് അയാളുടെ സമ്പത്തിൻ്റെ ശേഖരിക്കണ ഖജനാവിൻ്റെ താക്കോലുകൾ ഒരു വിഭാഗം ആളുകൾ വഹിച്ചാൽ തന്നെ അവരിങ്ങനെ കുഞ്ഞു പോവും. ആ രൂപത്തിലുള്ള സമ്പത്തിൻ്റെ ഉടമയായ, എത്രയാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ആധിക്യം എന്ന് ഇന്നേവരെ കണക്കാക്കിയിട്ടില്ല. അത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായ ആ ഖാറൂൻ മുതലാളി ആ സമ്പത്ത് കിട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ അറിവ്, എൻ്റെ യോഗ്യത അനുസരിച്ചാണ് ഇതൊക്കെ അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന് പറയുകയും അത് പറഞ്ഞത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കുകയാണത്.
അദ്ദേഹത്തെയും അദ്ദേഹം താമസിച്ചിരുന്ന വീടിനെയും ഒക്കെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയാണ്. അപ്പൊ ഇന്ന് പഠിക്കാനുള്ളത് ധന്യത എന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത് എന്തല്ല, അതൊരു ആദരവിൻ്റെ അടയാളമല്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കാലം പിന്നെ തിന്നാനില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ കാരക്ക മാത്രം തിന്ന് കഴിച്ചു കൂട്ടിയ ഒരുപാട് കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യമുറുൽ ഹിലാൽ, ഒരു മാസം ചന്ദ്രൻ ഇങ്ങനെ ഉദിക്കും, സുമ്മൽ ഹിലാൽ, പിന്നെയും അടുത്ത മാസമാക്കി വരും, സുമ്മൽ ഹിലാൽ, അടുത്ത മാസവും ചന്ദ്രൻ ഇങ്ങനെ ഉദിക്കും. വമാ ഊക്കിദ ഫീ ബുയൂത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാറുൻ, ആ മാസത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പിൽ തീ കത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യം ആരനുഭവിച്ചിട്ടുണ്ട്? മഹാനായ പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽക്കായ ആ മനുഷ്യൻ അല്ലേ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാനായ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി അത്രമാത്രം ദാരിദ്ര്യം അനുഭവിച്ചപ്പോഴും ആ മുഹമ്മദ് അള്ളാഹ് എന്നെ അപമാനിച്ചു, വക്കാനനി എന്ന് പറഞ്ഞില്ല എന്നുള്ളത്. മറിച്ച് എന്താ പറഞ്ഞത്? കാരുണ്യം ആരോഗ്യമുള്ളവനാണ് ഞാൻ എന്നത്. അപ്പം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കടൽ, ഒരു സമുദ്രം പോലെയാണ്. ചില ആളുകൾ പിന്നെ വലിയ കപ്പലൊക്കെ ഇങ്ങനെ ഉടമപ്പെടുത്തി വെക്കും. പക്ഷേ ആ വലിയ കപ്പൽ എന്താവും, ചിലപ്പോൾ അടുത്ത് ആന്നു പോകും. എന്നാൽ മറ്റു ചില ആളുകൾ ചെറിയ എന്താ പറയുക, ചെറിയ കപ്പൽ എന്താ പറയല്, വെള്ളത്തിലൂടെ പോണ വഞ്ചി, അല്ലാതെ വേറെ ബോട്ട് പോലുള്ള ഒരു സാധനമില്ലേ, അങ്ങനെ എന്തോ അതിന് പേരുണ്ട്, വഞ്ചി തോന്നുന്നു പേരുണ്ട് അല്ലേ. ചില ആളുകൾ അതേ ഉണ്ടാവുള്ളൂ, വലിയ ആജാനുബാഹു കപ്പലൊക്കെ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ വലിയ കാറ്റും കോളും ഒക്കെ വരുമ്പോൾ രക്ഷപ്പെടുന്ന ആരായിരിക്കും? ഈ ചെറിയ വഞ്ചിയുള്ളവനായിരിക്കും. കപ്പൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? തിരമാലകളുടെ ഉള്ളിൽപ്പെട്ട് താന്നു പോയിട്ടുണ്ടാവും അല്ലേ. ഇതന്നെയാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്, അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് ഞാൻ, ഉന്നത പൊസിഷനിലിരിക്കുന്ന ആളാണ് ഞാൻ, അതൊന്നും കണ്ട് നമ്മൾ കണ്ട വഞ്ചിതനാവും. ദാരിദ്ര്യമായാലും റബ്ബ് തമ്പുരാൻ നമ്മെ രക്ഷിക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുങ്ങൾ, ഇതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട സ്വഭാവം എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കി നിങ്ങൾ. ദുനിയാവ് എന്ന് പറയുന്നത് പിന്നെ സ്വർണം കണ്ടില്ല നിങ്ങൾ? സ്വർണം എവിടെ കൊണ്ടുപോയിടുക? ക്ലിയറാക്കാൻ തീയിലിട്ട് ക്ലിയറാക്കാണ് ചെയ്യുക അല്ലേ. തീയിലിട്ട് ക്ലിയറാക്കാണ് ചെയ്യുക. എന്തിനാ തീയിൽ സ്വർണത്തെ കടത്തുന്നത്? അത് ആ സ്വർണത്തെ നിന്ദിക്കാനല്ല, മറിച്ച് എന്താണ്, അതിൻ്റെ ചളി, അതിൻ്റെ മാലിന്യമൊക്കെ കളഞ്ഞ് ശുദ്ധീകരിക്കാനാണ്. ഇതേ പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദാ മബ്തല എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണം നൽകും. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെ പരീക്ഷണം ഉണ്ടാവും. ആ പരീക്ഷണം നമ്മൾ ശുദ്ധീകരിക്കും. ഈ സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കണ പോലെ, മാലിന്യം നീക്കണ പോലെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ മായ്ച്ചു കളയാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മാ യുസീബുൽ മുസ്ലിമ, ഒരു മുസ്ലിമായ മനുഷ്യന് ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് മിൻ വസബിൻ, ഒരു ക്ഷീണമാവട്ടെ, വല വസബിൻ, ഒരു പ്രയാസമാവട്ടെ, വല ഹമ്മിൻ, ഒരു മനോവേദനയാവട്ടെ, വല ഹുസ്നിൻ, ഒരു ദുഃഖമാവട്ടെ, വല അത, എന്തെങ്കിലും ഒരു ഉപദ്രവമാവട്ടെ, വല ഗമ്മിൻ, ഒരു മനപ്രയാസമാവട്ടെ, ഹത്ത ഷൗക, അവൻ നടന്നു പോകുമ്പോൾ തറക്കുന്ന ഒരു മുള്ളാവട്ടെ, ഇഷാക്കുഹ ഇല്ലാ കഫറല്ലാഹു ബിഹ മിൻ ഖതായ. ഇതിലേത് നമുക്കൊരു മനപ്രയാസം, ഒരു ദുഃഖം ഉണ്ടെങ്കിൽ, ഒരു കാല് നടന്നു പോകുമ്പോൾ കാലൊരു മുള്ളു കുത്തുന്നവരെ നമ്മുടെ പാപങ്ങൾ, ഖതായകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ മായ്ച്ചു കളയും. ഇതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അനുഭവിക്കണമൊന്നും നമുക്ക് നഷ്ടമല്ല, മറിച്ച് എന്താണ്, ഒക്കെ നമുക്ക് ലാഭമാണ്. ഒരിക്കലും നമുക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് പോകുമ്പോൾ, തായിഫിലേക്ക് പോയ രംഗമുണ്ടല്ലോ, അവിടെയുള്ള അമ്മാവന്മാരെയും കുടുംബക്കാരെയും ഒക്കെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദഅവത്ത് ചെയ്യാൻ വേണ്ടി, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയി. അപ്പം വളരെ പിന്നെ ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്, ആഗ്രഹത്തോടു കൂടിയാണ് പോയത്. പക്ഷേ എന്താ,
അവിടെ വെച്ചെന്താ അവരത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കല്ലേറ് കിട്ടി മടങ്ങിയാണ്. അപ്പൊ നോക്കി നിങ്ങള്, അപ്പൊ നമ്മൾ പറയോ നബിയെ അള്ളാഹു ആദരിച്ചില്ല നമ്മൾ പറയോ? ഇല്ല, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അപ്പൊ ആദരവിന്റെ തുലാസ് അളവുകോല് എന്ന് പറയുന്നത് ആരെങ്കിലും മനുഷ്യന്മാർ ഒരാളെ ആക്രമിക്കുകയോ ഒരാളെ ചീത്ത പറയോ അസഭ്യം പറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയോ, ഒരു വിശ്വാസിനെ ചിലപ്പം അവിശ്വാസികളായ ആളുകൾ തെറി വിളിക്കും, അതൊക്കെ ദുനിയാവിലുണ്ടാവും. ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന് ഖൈറാണ് എന്നതാണ് നാം മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ എന്താണ്, അവിശ്വാസികളിൽ നിന്ന് പീഡനവും അതേപോലെ തന്നെ മാനസിക പ്രയാസങ്ങളും ഉപദ്രവവും ഒക്കെ പ്രവാചകൻ ഏറ്റിട്ടുണ്ട്. ആ പ്രവാചകനാണ് ഏറ്റവും അഷ്റഫുൽ ഖൽക്കായ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ദുനിയാവിൽ അതൊക്കെ ഉണ്ടാകും എന്നുള്ള ചിലപ്പോൾ ചില ആളുകൾ നമ്മൾ നിരാശപ്പെടുത്തുന്ന പല വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. എന്നാൽ ജനങ്ങളുടെ അടുത്ത് നമ്മൾ നിന്യനാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ആരാവും, പ്രതാപവാനാകും എന്നതാണ് ഇത് നമ്മെ പഠിപ്പിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ആ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചു. ആദ്യം കൊണ്ടുപോയിട്ട് ആ സഹോദരന്മാർ വാപ്പയിൽ നിന്ന് മെല്ലെ പിടിച്ചു വാങ്ങിയിട്ട് എവിടെ കൊണ്ടുപോയിരുന്നത് കിണറ്റിൽ കൊണ്ടുപോയിടാണ് അല്ലേ. ഇത്ര ഒരു അപമാനം വേറുണ്ടോ? ആലോചിച്ച് നോക്കുങ്ങൾ. ഒരു മനുഷ്യനെ കൊണ്ടുപോയി കിണറ്റിലൊക്കെ എറിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ എന്ത് പറയും, വല്ലാത്തൊരു അപമാനിക്കൽ തന്നെയാണ്. അതും കഴിഞ്ഞ് പിന്നെ അവിടുന്നൊക്കെ യാത്രക്കാർ തിരിച്ചു കൊണ്ടുപോയി അങ്ങാടി കൊണ്ടുപോയി എന്തായിട്ട് അടിമയായിട്ട് വിൽക്കുക, കാശിന് വിൽക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു അപമാനം ഉണ്ടോ? ആലോചിച്ച് നോക്കുങ്ങൾ. പിന്നെ അസീസ് രാജാവിൻ്റെ ഭാര്യ കൊണ്ടുപോയിട്ട് ജയിലിലടക്കുകയാണ്. അത് സമ്മതിക്കാത്തപ്പം, ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വിളിച്ചപ്പം സമ്മതിക്കാത്തപ്പം ജയിലിലടക്കുകയാണ്. അപ്പം നോക്കി നിങ്ങൾ, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഘട്ടം ഘട്ടമായ ആ ജീവിതം ഒക്കെ നമ്മുടെ കണ്ണുകൊണ്ട്, ഭൗതിക കണ്ണുകൊണ്ട് കാണുമ്പോൾ അതൊക്കെ എന്താണ്, അപമാനത്തിൻ്റെ രൂപങ്ങളാണ് അല്ലേ, ഇഹാനത്തിൻ്റെ രൂപങ്ങളാണ്. അഹാനൻ എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ രൂപങ്ങളാണ്. പക്ഷേ അള്ളാഹ് കാണുന്ന കണ്ണോ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പടിപടിയായി ഉയർത്തി രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനത്തെത്തിച്ച് പരലോകത്ത് ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഉദ്ദേശിച്ചത്. അത് ദുനിയാവിൽ തന്നെ കാണിച്ചു കൊടുത്തൂലേ. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ബാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ആ യൂസുഫിൻ്റെ കീഴിൽ വരുന്ന ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കണം. അതാണ് വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർദ്, നാട്ടിൽ ഭൂമിയിൽ ആ പിന്നെ ഈജിപ്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും നൽകി എന്ന് പറഞ്ഞത് അതാണ്. ആലോചിക്കും, മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലും അത് കാണാം. മൂസാ നബി അലൈഹി സ്വലാമിന് ഫിർഔനും കൂട്ടരും പീഡനം ഉപദ്രവം കൂടി വന്നപ്പോൾ പിന്നെ ചെങ്കടൽ കടന്നു പോകാൻ പറഞ്ഞില്ലേ. അപ്പോൾ ബാക്കിൽ ആരുണ്ട്? ഫിർഔനും കൂട്ടരും. മുന്നിൽ ആരാ? കടലും. അപ്പം അനുയായികൾ എന്തേ പറഞ്ഞത്? ഇന്നാല മുതിറക്കൂൻ, ഇതാ പിന്നില് ഫിർഔനും കൂട്ടരും ഉണ്ട് കേട്ടോ, മുന്നിൽ ആരാണ്? കടലുമാണ്. രക്ഷല്ല, ഇതാ പിടികൂടാൻ പോവാൻ. എല്ലാവരും കണ്ടത്, അനുയായികളൊക്കെ കണ്ടത് ഭൗതിക കണ്ണുകൊണ്ടാണ്. രക്ഷല്ല അല്ലേ. നമ്മളിപ്പോൾ പറയാതെ തന്നെയല്ലേ, മുന്നിൽ കടലും ബാക്കിൽ ശത്രു ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇനി രക്ഷയില്ല കേട്ടോ, ഇനി ഒടുക്കും ഓടാൻ സ്ഥലമില്ല എന്നാണ് നമ്മൾ ഭൗതിക കൊണ്ടാണ് കാണാം. മൂസാ നബി അലൈഹി സ്വലാം ഉടനെ പറഞ്ഞു, ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവാണ് എന്നോട് പറഞ്ഞത്, ആ റബ്ബ് എനിക്കൊരു മാർഗം കാണും. നിങ്ങൾ അതാണ് വിശ്വാസത്തിൻ്റെ കണ്ണ്, റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ രക്ഷാമാർഗം കാണും. ഭൗതിക കണ്ട് നോക്കുമ്പോൾ രക്ഷാമാർഗം. എന്തിനാപ്പോൾ ഈ ചരിത്രമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു? നമ്മുടെ ഒക്കെ ജീവിതം എങ്ങനെയാണ്? ഒരു രക്ഷയില്ല കേട്ടോ അല്ലേ. 4 ഭാഗത്തും ശത്രുക്കൾ രാജ്യം വളഞ്ഞു അല്ലേ, എല്ലാ കമ്പനിയും പൂട്ടി, വിമാനമൊക്കെ നിർത്തി. നിങ്ങളതൊന്നും പേടിക്കണ്ട. റബ്ബ് തമ്പുരാൻ അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ റബ്ബ് ഒരു വഴിയാണ് തുറന്നു തരും എന്ന അടിയുറച്ച ആ വിശ്വാസത്തോടുള്ള ആ കണ്ണോട് കൂടിയാണ് കാര്യങ്ങളൊക്കെ നാം നോക്കിക്കാണേണ്ടത് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. സമയനോ അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും അല്ലേ. നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ ആരാ? നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവനാണ്. എന്താ അള്ളാഹ് നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ, നിങ്ങളിൽ ഏറ്റവും സമ്പന്നൻ എന്ന് അള്ളാഹു പറഞ്ഞില്ല.
നിങ്ങളിൽ ഏറ്റവും ശക്തവാനാണ് ആദരിക്കപ്പെടുന്നവൻ അള്ളാഹു പറഞ്ഞില്ല. നിങ്ങളെ ഏറ്റവും പ്രശസ്തിയും സ്ഥാനവും പൊസിഷനും ഒക്കെ വഹിക്കുന്ന ആളാണ് എന്നും അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞത് എന്താ? ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. അപ്പം അനുഗ്രഹങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കണം. നമുക്ക് അനുഗ്രഹത്തെ ആ അനുഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം അനുഗ്രഹം കിട്ടും. എനിക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ അനുഗ്രഹം ഇന്ന് അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നതാണോ, അല്ല അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അകന്നു പോകുന്നുണ്ടോ, ഇനി വേറെന്തെങ്കിലും നമ്മളിപ്പോൾ നമുക്ക് കുറേ സമ്പത്ത് കിട്ടി, ആ സമ്പത്ത് മൂലം ഞാൻ ദാനം ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുകയാണോ, അതല്ല അള്ളാഹുവിന് ഞാൻ അകന്നു പോരുകയാണോ, ഇനി എനിക്ക് ആരോഗ്യം കിട്ടി, ആ ആരോഗ്യം മൂലം ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാണോ, അതല്ല ആ ഇബാദത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയാണോ. ഇതായിരിക്കണം ഓരോ അനുഗ്രഹം ലഭിക്കുമ്പോഴും നമുക്കുണ്ടാവേണ്ട ബോധം. അതാണ് ഈ 2 ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അനുഗ്രഹങ്ങൾ എന്തെല്ലാം നമ്മുടെ ആദരവിൻ്റെ മാനദണ്ഡമല്ല, മറിച്ച് നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നതാണ് പിന്നെ നമ്മുടെ ആദരവിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആദരിക്കണേയും അപമാനത്തിൻ്റെയും മാനദണ്ഡം എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക